ഞാനിപ്പോൾ ചെറുതാണെങ്കിലും വലുതായിട്ട് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് പലർക്കും തോന്നിക്കാണും. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ 20s ഫസ്റ്റ് ആ ബിഗിനിങ് സമയത്ത് ഞാനൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. അതേസമയം എൻ്റെ ഏജിലുള്ള അതേ കുട്ടികൾ കുറേ ആൾക്കാർ ഭയങ്കര മെച്യൂർഡായിട്ട് ചിന്തിക്കുകയും പെരുമാറുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരെയും അങ്ങ് കണ്ണും പൂട്ടി വിശ്വസിക്കുക എന്നുള്ളത്. ഭയങ്കര എനിക്കെന്ന് വെച്ചാൽ ഞാൻ ആരെ കണ്ടാലും സംസാരിക്കും, ആരെ കണ്ടാലും മിണ്ടും ചിരിച്ച് ഭയങ്കര ഇതായിട്ട് സംസാരിക്കും. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ പോലെയാണ് എല്ലാവരും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ. അത് മാറി കേട്ടോ. എൻ്റെ ഈ സമയമായപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് നെഗറ്റീവ് തരുന്ന ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റി നിർത്തണം എന്നുള്ളത്. ഈ പറയുന്നത് പോലെ ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ല, ഭയങ്കര സങ്കടമുള്ള കാര്യമാണത്. അപ്പോൾ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ കുറച്ചൊരു അകലം പാലിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ മനസ്സിനും നമ്മുടെ ഹെൽത്തിനും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുന്നേയും എൻ്റെ ഏജിലുള്ള അതേ കുട്ടികൾ ഒരിടത്ത് പറയുമ്പോൾ ഒരാരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നോ എന്ന് പറയേണ്ടടുത്ത് കറക്റ്റായിട്ട് നോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ സമയത്ത് നോ എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ പഠിപ്പിച്ചിരിക്കുന്ന രീതി അങ്ങനെയല്ല. മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മൾ നോ എന്ന് പറയാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു സമയമായിരുന്നില്ലേ നമ്മൾ ജീവിച്ച് വന്ന കാലഘട്ടം. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ദേഷ്യം കാണിക്കാതെ നോ എന്ന് പറയണം എന്നുള്ളതാണ്. നോ എന്ന് പറയാൻ പറ്റുന്നതാണ് വലിയ കാര്യം എന്നുള്ളതാണ് എനിക്കിപ്പം തോന്നിയിട്ടുള്ളത്. അതിന് നമുക്കൊരു കഴിവ് വേണം. പക്ഷേ നമ്മളെപ്പോലുള്ളവർ മാത്രമേ അത് കഴിവ് വേണമെന്ന് ചിന്തിക്കുകയുള്ളൂ കേട്ടോ. എൻ്റെ അതേ ഏജിലുള്ള കുട്ടികളൊക്കെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോ എന്ന് പറയണം ഞാൻ കേട്ടിട്ടുണ്ട്. അതെനിക്കിപ്പോഴും കുറച്ച് മടിയാണ്. ഞാൻ കുറച്ചൊന്ന് സോഫ്റ്റായിട്ടേ പറയുള്ളൂ. പോയിട്ടും പറഞ്ഞാലും ഞാൻ ചിന്തിക്കും അയ്യോ അങ്ങനെ വേണമായിരുന്നോ എന്ന്. പക്ഷേ എന്നാലും ഞാനിപ്പോൾ നോ എന്ന് പറയാൻ എനിക്ക് മടിയില്ല. ഞാൻ സോഫ്റ്റായിട്ട് അവരുടെ അടുത്ത് പറയും. എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും പറ്റില്ല എന്ന് തന്നെ പറയാനൊരു ഇതെനിക്കിപ്പോൾ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ ഈ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് സംഭവങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് ഓഫ് ചെയ്യും. കാരണം എനിക്കെന്ന് പറയുമ്പോൾ ഒരു സിനിമ കണ്ടാലോ അല്ല നമ്മുടെ ന്യൂസ് കണ്ടാലോ അതിലെന്തെങ്കിലും ഒരു സങ്കടമുള്ള കാര്യമാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. പിന്നെ അത് ഫുള്ളും എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം വരും. ഒരാളുടെ സങ്കടം കാണുമ്പോൾ ഇനി അതുപോലെ എൻ്റെ മനസ്സിൽ ആ ഒരു ഫീലിംഗ് വരും. അത് മനഃപൂർവ്വം ഉണ്ടാക്കി എടുക്കുന്നതല്ല കേട്ടോ. ചില ആൾക്കാരുടെ ബിഹേവിയർ അങ്ങനെയാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോൾ പെട്ടെന്ന് അവർ കരയും. അതേ സ്ഥാനത്ത് ചില ആൾക്കാർ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെ രീതിയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ആരുടെയെങ്കിലും മരണമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഫുള്ളിരുന്ന് കാണും കേട്ടോ. കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. 2-3 ദിവസമൊക്കെ ആ സങ്കടം തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നെഗറ്റീവായിട്ടുള്ള എന്ത് കാര്യം അടി പിടി കുത്ത് കൊലപാതകം എന്തായിരുന്നാലും ഞാനതങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കും കേട്ടോ. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ചായക്ക് പാൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ടി വിയും കൂടി കണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഹാപ്പി ആയിട്ടിരുത്താൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ പറയണമെങ്കിലും ഞാൻ ഭയങ്കര സങ്കടം ഉള്ള ദിവസങ്ങളുണ്ട്, നന്നായിട്ട് കരയുന്ന ദിവസങ്ങളുണ്ട്, ഭയങ്കര ലോ ആയിട്ട് പോകുന്നൊരു ദിവസങ്ങളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്നെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഷെയർ ചെയ്യണതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാനിങ്ങനെ തനിയെ സംസാരിക്കും കേട്ടോ. അത് എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പണ്ട് മുതലേ സംസാരിക്കും. ഇപ്പോൾ ഞാൻ എന്നെ രണ്ടായിട്ടാണ് കാണുന്നത് കേട്ടോ. പണ്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്നോട് തന്നെ പറയും കുഴപ്പമില്ല, ഇതൊക്കെ ശരിയാവും, ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലേ, അപ്പോൾ ഇതിങ്ങനെയാണ് ജീവിതം എന്ന് പറയണത്. അങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് കേട്ടോ. നിങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇരുത്താൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര അടിപൊളിയാണ്.
അങ്ങനെ നിങ്ങൾ സംസാരിച്ച് നോക്കണം കേട്ടോ. ഇത് ഞാൻ എന്താ തുടയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. എൻ്റെ കുരുപ്പ് കണ്ട അതിൽ കളിക്കുകയാണ്. ഇതിൽ വെള്ളത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അവനാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ നോക്കുന്നുണ്ട്. അതിന് മുന്നേ അവന് കുറച്ചൊന്ന് കളിക്കണം. അതിൻ്റെ പരിപാടികളാണ് ചെയ്യണത്. ഇന്ന് കഞ്ഞിയും നമ്മളെ എരിശ്ശേരിയാണ് വെച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 പേർക്കും ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് അവർ കണ്ട വഴിക്ക് ഓടിയിട്ടുണ്ട്. ഇനി എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാനിത് പറഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ഇന്ന് നമുക്ക് കഞ്ഞി എരിശ്ശേരിയും കിട്ടിയില്ലേ, നമ്മൾ ഭയങ്കര ദൈവമേ താങ്ക് യു എന്ന് മനസ്സുകൊണ്ട് പറയുക. ഇതെപ്പോഴും പറയണം എന്നില്ല, കിടക്കണതിന് മുന്നേ പറയാം. നമുക്ക് സങ്കടം വന്നിരിക്കുമ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു വന്നാൽ പിന്നെ വലിയ വലിയ കാര്യങ്ങൾക്ക് അത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവാണ്. പെട്ടെന്ന് ചടപടയെന്ന് കുളിച്ച് തുടപ്പെല്ലാം കഴിഞ്ഞ് കേട്ടോ. അന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഇറങ്ങി. പിന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ആരെയും ദ്രോഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് ചെയ്യുമ്പോഴും നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ഒക്കെ ആൾക്കാർ കാണും. അതൊന്നും നോക്കണ്ട. നമ്മുടെ ഓപ്പോസിറ്റ് നമ്മളെ പറയുന്ന ആൾക്കാർ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അവർ നമ്മളെ എങ്ങനെയാണ് കണ്ടിരിക്കണതെന്നും കൂടെ നോക്കുക കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലാവും അവരെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ആർക്കും ആരെയും ദ്രോഹിക്കാതെ ചെയ്യുക. നമ്മൾ ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര കുഞ്ഞാണ്, നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. ഇപ്പോൾ അടിയും ബഹളവും വഴക്കും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഒരു 10-200 കൊല്ലം അല്ലെങ്കിൽ ഒരു 500-800 കൊല്ലം അവരിവിടെ ജീവിക്കും എന്നാണ്. അല്ല, അങ്ങനെയല്ല. നമ്മുടെ ജീവിതം ഭയങ്കര കുഞ്ഞാണ് കേട്ടോ. അത് നമ്മുടെ ഓരോരുത്തരെ നമ്മൾ നോക്കി തന്നെ കാണാം. നമ്മൾ ഇന്നലെ കണ്ട ആൾക്കാരെ നമ്മൾ രാവിലെ ആകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ പല ഇൻസിഡൻസും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ടും പഠിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ ലോകത്തുള്ളത്. അങ്ങനെയൊന്നും അല്ലാതിരിക്കുക. പിന്നെ ഞാൻ ഈ ലിപ്സ്റ്റിക്കിൻ്റെയും ഈ ഡ്രസ്സിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കൂ. ഒട്ടും സമയമില്ല. അപ്പോൾ റെഡി ആവട്ടെ. ഞാൻ പൊതുവേ റെഡിയാകാറുള്ളത് മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്ക്, ഐലൈനർ, കണ്ണെഴുതും. അങ്ങനെയാണ് കേട്ടോ. രാവിലെയൊക്കെ ആണെങ്കിൽ നമ്മുടെ സൺസ്ക്രീൻ ഇടും. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ കുറച്ചും കൂടി ഒന്ന് ഒരുങ്ങും കേട്ടോ. അങ്ങനെയാണ്. ഇനിയിപ്പോൾ മുടി ഒന്നും ഉണങ്ങിയില്ല കേട്ടോ. ഉണക്കാനൊന്നും സമയമില്ല. എങ്ങനെയെങ്കിലും വാരി പിടിച്ച് കെട്ടി വെച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം പോയിട്ട് വരട്ടെ കേട്ടോ. പിന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ. ഈ ഡ്രസ്സ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. നല്ല ഡ്രസ്സാണ്, ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് നല്ല കോട്ടൺ മിക്സ് ആയിട്ടാണ് തോന്നിയത് കേട്ടോ. ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ കുളിച്ചിട്ട് പോയാലും ഈ സമയമൊക്കെ നല്ല ചൂടല്ലേ, എനിക്ക് ചൂടൊന്നും തോന്നിയില്ല. നല്ല ഡ്രസ്സ് കേട്ടോ, ഭയങ്കര അടിപൊളി ഡ്രസ്സ്. നല്ല കളറ്, പിങ്ക്, പല കളർ ഇതിൻ്റെ വേരിയേഷനും ഉണ്ട് കേട്ടോ. പിന്നെ സൈസും പല ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നല്ലൊരു കണ്ടൻറ്റുമായിട്ട്. അപ്പോൾ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു, ലവ് യു ഓൾ. അപ്പോൾ ഒന്നും കൂടി